കൊല്ലം കടക്കൽ ദേവീ ക്ഷേത്രോത്സവത്തിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. ഒരാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണമെന്ന നിർദ്ദേശം. ഭക്തർ നൽകുന്ന പണം ധൂർത്തടിച്ച് കളയാനുള്ളതല്ല എന്നും കൂടുതൽ പണമുണ്ടെങ്കിൽ അന്നദാനം നൽകുമെന്നും കോടതി പറഞ്ഞു. അന്വേഷണം നടത്താൻ ചീഫ് വിജിലൻസ് ഓഫീസറോട് ആവശ്യപ്പെട്ടുവെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, വലിയ വിവാദമായ ഒരു സംഭവമാണ് കൊല്ലം കടക്കൽ ദേവീ ക്ഷേത്രോത്സവത്തിലെ വിപ്ലവഗാന ആലാപനം. ഏതായാലും സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എപ്പോഴായിരിക്കും വിശദീകരണം നൽകുക? എങ്ങനെയാണ് വിവരങ്ങൾ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരാഴ്ചത്തെ സമയം കോടതി നൽകിയിട്ടുണ്ട്. ഇതിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ക്ഷേത്രാചാര വിരുദ്ധമായ ചില കാര്യങ്ങൾ അവിടെ നടന്നു എന്നുള്ളത് ഒരു ഹർജി. രണ്ട്, ഇത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ല, ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്ന് കോടതി ഉത്തരവുണ്ട്. അത് കോടതി അലക്ഷ്യം, അത് ലംഘിക്കുന്നത് കോടതി ലക്ഷ്യമാണ്. അങ്ങനെ രണ്ട് പ്രശ്നങ്ങൾ അവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അതാണ് കോടതി ഇന്ന് ചൂണ്ടിപ്പിച്ചതും. അതിരൂക്ഷ വിമർശനം ആ ഉപദേശക സമിതിയും ഏറ്റുവാങ്ങേണ്ടി വന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഏറ്റുവാങ്ങേണ്ടി വന്നു. വിപ്ലവ ഗാനാലാപനത്തിൽ കോടതി വിമർശനം നടത്തിയ ശേഷം പറഞ്ഞത് ഇത് ക്ഷേത്രോത്സവമാണെന്നും കോളേജ് യൂണിയൻ ഫെസ്റ്റിവൽ അല്ലെന്നും കോടതി തുറന്നടിച്ചു. ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ രാഷ്ട്രീയക്കാരല്ല, വിശ്വാസികളായിരിക്കണം എന്നും കോടതി പറയുകയുണ്ടായി. മാത്രമല്ല, കോടതി ചൂണ്ടിക്കാണിച്ചത് ഭക്തിഗാനമേളയല്ലാതെ സിനിമാ പാട്ട് പാടാനാണോ ക്ഷേത്രോത്സവത്തിൽ ഗാനമേള വെക്കുന്നത് എന്ന് കോടതി വിമർശനം ഉന്നയിച്ചു. ഒപ്പം കോടതി പറഞ്ഞത് പണം ഭക്തരിൽ നിന്നും ശേഖരിക്കുന്നെങ്കിൽ അത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ചെലവാക്കേണ്ടത്, ദൈവത്തിനായി നൽകുന്ന പണം ദൂർത്തടിക്കരുത്, പണം കൂടുതലുണ്ടെങ്കിൽ അവിടെ വരുന്നവർക്ക് അന്നദാനം നടത്തൂ എന്നും കോടതി ഇന്ന് പറഞ്ഞു. ഹർജിയിൽ ദേവസ്വം അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ കോടതി സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട്. അന്ന് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് നടപടി. അതായത് പാർട്ടിക്കും ഒപ്പം തന്നെ അവിടെ പാർട്ടിക്ക് അവിടെ മൃഗീയ ഭൂരിപക്ഷമാണ് ആ സ്ഥലത്തും ക്ഷേത്രത്തിലുമുള്ളത് CPIM-ന്. അതിന്റെ ബലത്തിൽ ആ ക്ഷേത്രത്തിൽ നടത്തിയ പരിപാടിക്ക് കോടതിയിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. കോടതി ആ കേസ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ വിമർശനത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു. തുടർന്നാണ് കോടതിയെ സമീപിക്കുന്നതും ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നതും. എന്തായാലും ദേവസ്വം ഉടൻ തന്നെ സത്യവാങ്മൂലം നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്.